അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? അപ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പോഴാട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. രാവിലെ എണീച്ച് ചായയൊക്കെ കുടിച്ച ശേഷം കേട്ടോ. ഞാനിപ്പോൾ ഇന്നുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാനും കുഞ്ഞാറ്റ എൻ്റെ വീട്ടിലുണ്ട്. മാഷേട്ടനും കിങ്ങിണിയും വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ദിവസം നിൽക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഞാനിന്ന് അടുക്കളയിലോട്ട് ഞാൻ കയറിയിട്ടില്ല കേട്ടോ. സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും കുറച്ചൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ രാവിലെ അടുക്കളയിലോട്ട് കയറില്ല. ഞാൻ ചായ ആയപ്പോൾ ചായ കുടിച്ച് ദോശയും കടലക്കറി ആയിട്ടോട്ടെ കഴിച്ചത്. ആ കഴിച്ച ശേഷം പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു നിപ്പാട്ടത്. അങ്ങനെ ഇവിടെ മുറ്റത്ത് ചെടിയൊക്കെ നടന്നിട്ട് കുറേ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളയാന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ചെടി ചെറുതുള്ളതെല്ലാം കുറേ എണ്ണം പോയിട്ടുണ്ട്. അപ്പോൾ പുല്ലായിട്ട് ചെടിയാണെങ്കിൽ കാണുന്നില്ല. അങ്ങനെ ഒരു സൈഡിലത്തെ എല്ലാം ഞാൻ പറിച്ചെടുത്തിട്ട് കളഞ്ഞതല്ല അവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് പശുവുണ്ട്. അപ്പോൾ അവർ കൊണ്ടുപോയിട്ട് ആ പുല്ല് ഞാൻ പറിച്ച് വെച്ച പുല്ലൊക്കെ അവരെടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പറിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സൈഡ് നല്ല വെയിലായി. പിന്നെ നമുക്ക് പുല്ല് പറിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ പൊഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ പുറകു വശത്ത് നല്ല രീതിയിൽ കാടും പിന്നെ കുറേ ഇലകളെല്ലാം വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഒരു ഭാഗത്തു നിന്നേ അടിച്ച് വാരാനായിട്ട് തുടങ്ങിയിട്ടാണ്. ഇലകൾ കൂടാതെ തന്നെ ചെറിയ ചെറിയ പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇലകളൊക്കെ ഒന്ന് മുകളിൽ നിന്ന് തന്നെ അടിച്ച് വൃത്തിയാക്കി കൂട്ടിയിട്ടതിന് ശേഷം പുല്ലൊക്കെ പൊഴിച്ചിട്ട് ഒന്നും കൂടി അടിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അതിന് മുകൾ വശത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മരത്തുനിന്ന് താഴോട്ട് കുറേ ഇലകളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയ ശേഷം അടയ്ക്ക് ഒന്ന് പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കി വെക്കണം. കുഞ്ഞാറ്റയ്ക്ക് ചെറിയ രീതിയിൽ പനിയൊക്കെ ഉണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ പനിയൊക്കെ. ഇപ്പോൾ അകത്ത് മരുന്നൊക്കെ കൊടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. മരുന്ന് കുറച്ച് അകത്ത് ചെന്ന് കുറച്ച് പനി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൽക്കുകയേ ചെയ്യില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മാഷേട്ടനൊക്കെ ഇങ്ങനെ മാലയിട്ടിട്ടുണ്ടല്ലേ മലക്കുവാനായിട്ട്. അപ്പോൾ മാലയിട്ട സമയത്ത് പീരിയഡ്സ് ആകുന്ന സമയത്ത് നമ്മളെ നാട്ടിലൊക്കെ ആ മാലയിട്ടിട്ട് ഉള്ളവരുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കലില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് പീരിയഡ്സ് ആവാനായതുകൊണ്ടാണ് കേട്ടോ ഞാൻ തിരിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ജനുവരി 5-നാണ് കേട്ടോ അവർ മലക്ക് പോകുന്നത്. ജനുവരി 5-നാണ് കെട്ടേറൊക്കെ വരുന്നത്. അങ്ങനെ ഇവിടെയൊക്കെ ഒരു സൈഡൊക്കെ വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. കുഞ്ഞാറ്റയും കൂടി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ രാവിലെ അച്ഛൻ ഒരു 6 മണി 6:30 ആകുമ്പോൾ അച്ഛൻ പണിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഒരു 9 മണി 9:30 ആകുമ്പോൾ അമ്മയും പണിക്ക് പോകും. അപ്പോൾ ചോറും കറിയൊക്കെ രാവിലെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അടുക്കളയുടെ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. ചായയും കുടിച്ചിട്ട് പുറത്തോട്ടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും കുഞ്ഞാറ്റയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സമയം പോകുന്നുമില്ല. അപ്പോൾ രാവിലെ കുറച്ച് പുല്ല് പൊടിച്ച് വൃത്തിയാക്കി. അതിനുശേഷം എനിക്ക് തോന്നി വീടിൻ്റെ പുറകുവശമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് തോന്നി. പിന്നെ അവർക്കാണെങ്കിൽ ഞായറാഴ്ച മാത്രമേ സമയമുള്ളൂ. ഞായറാഴ്ച സമയം കിട്ടുന്ന സമയത്ത് അവർ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കലാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് പുല്ലും പിന്നെ ഇലകളൊക്കെ ഒരു വട്ടി എന്ന് പറയും നമ്മൾ കൂടേനെ വട്ടി എന്നാട്ടോ പറയുന്നത്. വട്ടിയിലാക്കിയിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഒരു വലിക്കാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവളതും വിളിച്ചിട്ട് പോകുന്നുണ്ട്. അവിടെ തെങ്ങിൻ്റെ മരടത്ത് ഇട്ട് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അവളതും വലിച്ചിട്ട് പോകുന്നുണ്ട്. അവൾക്ക് പറ്റുന്നുമില്ല, പനിയാണ്. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. എന്നാലും അടങ്ങി നിൽക്കില്ലല്ലോ. കുറച്ച് പറ്റുന്നുണ്ടെങ്കിൽ മക്കൾ അടങ്ങി നിൽക്കില്ലല്ലോ. അങ്ങനെ ഞാൻ ഈ സൈഡിലൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായില്ലേ ഇപ്പോൾ. വീടിൻ്റെ പുറകുവശം നല്ല അടിപൊളിയായി. ഒരു ചൂലും ഒരു വടിയും ഉണ്ട് കേട്ടോ കയ്യിൽ പിടിച്ചിട്ട്. അങ്ങനെ ആ സൈഡൊക്കെ നല്ല വൃത്തിയായിട്ടാകുമ്പോൾ ആ വൃത്തിയാക്കിയ സ്ഥലം ഒന്നിങ്ങനെ വീണ്ടും ഒന്ന് നന്നായി നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമല്ലേ. നമ്മൾ വൃത്തിയാക്കിയതല്ലേ എന്നിട്ട് നമ്മൾ സ്വയം അടിപൊളിയായില്ലേ നമ്മൾ പറയുമല്ലേ. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെയിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തുണി നനയ്ക്കാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അലക്കിയിട്ടില്ലെങ്കിൽ പിന്നെ മടിയാണ്. അപ്പോൾ രാവിലെ ഞാൻ ഈ പുല്ല് പറിക്കാനും കാട് വൃത്തിയാക്കാനൊക്കെ വന്നതുകൊണ്ട് അലക്കുന്ന പണി അവിടെ ബാക്കിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തുണിയെല്ലാം അലക്കിയിട്ട് കുറച്ച് തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെയും കുഞ്ഞാറ്റേയും പിന്നെ ചെറിയ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അലക്കിയിട്ട് അയലിലിട്ടിട്ടുണ്ട്. ഉണങ്ങാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെയിലുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. രാവിലെ തുണിയൊന്നും ആറിയിട്ട് കഴിഞ്ഞാൽ തുണി ഇവിടെ നിൽക്കില്ല.
എല്ലാം പറന്നിട്ട് ഓരോ സ്ഥലത്ത് പാറി വീണിട്ടുണ്ടാവും. അപ്പോൾ ക്ലിപ്പ് കുത്തിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിന് ഞാൻ ക്ലിപ്പ് കുത്തിയിട്ടില്ല. നോക്കാമല്ലോ വീഴുന്നുണ്ടോ ഇല്ലയോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ചില സമയത്ത് നല്ല കാറ്റാണ്, രാവിലെ ഒക്കെ നല്ല കാറ്റുണ്ടാവലുണ്ട്. പിന്നെ കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇടയ്ക്ക് നല്ല മഴമൂടം പിടിക്കുന്നുണ്ടാവും, ചെറിയ വെയിലും ഉണ്ടാവും. മഴ പെയ്യുമോ ഇല്ലയോ എന്ന് അറിയുന്നില്ല. അപ്പം നല്ലൊരു വെയിൽ കണ്ടപ്പോൾ ഞാൻ തുണിയൊക്കെ പെറുക്കി ആറിയിട്ടുണ്ട്. അങ്ങനെ തുണി ആറിയിട്ടെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ വീട്ടിൽ അകത്ത് കയറിയിട്ട് കുറച്ച് വെള്ളം കുടിച്ചുവിടാം. എനിക്കിങ്ങനെ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പണിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം കുടിക്കും. കുറച്ച് വെള്ളം ഒന്നും കുടിച്ചാൽ പറയും, ഇതുപോലെ വലിയ പാട്ടയിൽ തന്നെ വെള്ളം കുടിക്കണം, എന്തെങ്കിലും മാത്രമേ ഒരു തൃപ്തിയാവുള്ളൂ കേട്ടോ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞാറ്റും ചോറ് കഴിച്ചു കേട്ടോ. കായ്പ്പേരിയും പിന്നെ കടലക്കറിയും പയറ് കറിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഒരു സൈഡിലോട്ട് മഴ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി തുണിയൊക്കെ എടുക്കാൻ തോന്നി. ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അതിന് ശേഷം ആട്ടോ തുണിയൊക്കെ എടുക്കാനായിട്ട് വന്നിട്ട്. അപ്പോൾ തുണിയൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് മഴ പിടിച്ചിട്ടുമുണ്ട്. അങ്ങനെ തുണിയെല്ലാം എടുത്ത് കൊണ്ടുവെക്കുമ്പോഴത്തേക്കും മഴയൊക്കെ പിടിച്ചതൊക്കെ പോയിട്ട് പിന്നെ വീണ്ടും വെയിൽ വരാൻ തുടങ്ങി. പിന്നെ എന്തോ ഒരു കാലാവസ്ഥയല്ലേ, ചെറിയ രീതിയിൽ തണുപ്പും മഴയും മൂടം കെട്ടലും വെയിലും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ തുണിയൊക്കെ എടുത്തുകൊണ്ട് ശേഷം കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ട്, രാവിലെ വെച്ച കറിയല്ലേ അത് മോശമായി പോകണ്ട വിചാരിച്ചിട്ട് ചൂടാക്കാനായിട്ട് വെച്ചു. പയറുകറി ചൂടാക്കാനായിട്ട് വെച്ചിട്ട് ചോറൊക്കെ ഒരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് അതും മാറ്റി വെച്ചു. കറി ചൂടാക്കിയിട്ട് കറിയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഉപ്പേരിയായിട്ട് കായ് ഉപ്പേരിയാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും ഒരു പാത്രത്തിലേക്ക് വെച്ച ശേഷം എല്ലാം കൂടിയിട്ട് അവിടെ അടച്ചിട്ടെല്ലാം വെച്ചു. വരുമ്പോഴത്തേക്ക് കുറച്ചൊരു പണി നമ്മൾ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതല്ലേ വിചാരിച്ചു. അങ്ങനെ ഗ്യാസിൻ്റെ മുകളിലും സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് തുടച്ചതിന് ശേഷം നമ്മൾ ഈ പാത്രമൊക്കെ നമുക്കൊന്ന് കഴുകാനായിട്ട് കൊണ്ടുവയ്ക്കണം. കുറച്ച് പാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴുകാനായിട്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ ഒരു ഇരുട്ടടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത് എന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ജനൽ തുറന്നിട്ടുണ്ടായിരുന്നു, അപ്പം ആ ലൈറ്റിൻ്റെ പ്രശ്നമാണെന്നാണ് പിന്നെ എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നതല്ല ഞാൻ വേഗം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചു. പിന്നെ വേസ്റ്റായിട്ടുണ്ടായിരുന്ന ചോറും പിന്നെ പയറ് കറിയുടേതും എല്ലാം ഉണ്ടായിരുന്നത് അവിടെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ അവിടെ പശുവിൻ്റെ വെള്ളം എടുക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിലത്തവർ വരലുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അടിക്കുകയും ചെയ്തു കേട്ടോ. അകത്തൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി. അപ്പോഴത്തേക്കും സമയം വൈകുന്നേരം ആവാനായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെക്കാൻ വിചാരിച്ചു. വൈകുന്നേരം അച്ഛനൊരു 5:30-6 മണിയെല്ലാം ആകുമ്പോഴത്തേക്കും വരും. അപ്പോഴത്തേക്കും പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് അടുപ്പത്ത് തീ കത്തിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തീ ഒന്ന് പിടിച്ച് വരാൻ മാത്രമേ കുറച്ച് സമയം എടുക്കുള്ളൂ. പിന്നെ തീ പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കത്തിയിട്ട് വെള്ളമൊക്കെ ചൂടായിട്ട് വരും. കുറച്ച് വിറകും ചേരിയോ ചിരട്ടയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തീ കത്തിയിട്ട് വെള്ളം ചൂടായിട്ടും കിട്ടും. വരുമ്പോഴത്തേക്ക് ചൂടാക്കി വെക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പുല്ലുണ്ടല്ലോ, നമ്മൾ രാവിലെ പറിച്ച് വെച്ചിരുന്ന പുല്ലിൻ്റെ ബാക്കിയുള്ള പുല്ലും കൂടി ഒന്ന് പറിച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് എനിക്ക് തോന്നി. ബാക്കിയുള്ള പുല്ലും ഞാൻ പറിക്കാനായിട്ട് തുടങ്ങിയിട്ടാണ്. ഈ ബാക്കിയുള്ള പുല്ല് പറിച്ചതും ഞാൻ ഒരു സ്ഥലത്ത് ഇതുപോലെ കൂട്ടിയിട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പുറം വീട്ടിൽ പശു ഉണ്ടെന്ന്, അപ്പോൾ പശുവിന് കൊടുക്കാനായിട്ടാട്ടോ എല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാനും കുഞ്ഞാറ്റിയും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം വെറുതെ ഇരുന്നപ്പം യൂട്യൂബിൽ സിനിമ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം സിനിമ നോക്കുന്ന പരിപാടി ഉണ്ട്. എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് യൂട്യൂബിൽ കയറി പഴയ സിനിമയെല്ലാം നോക്കും. നല്ല രസമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ സിനിമ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ കുറേ വീഡിയോസിൽ ഒരാൾ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തെല്ലോ തിരക്കായതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി നോക്കാം. അങ്ങനെ ഞാനിവിടെ പുല്ല് പറിക്കുന്ന സമയത്ത് കുഞ്ഞാറ്റ വലിയ ഓളെ കയ്യിലും കൂടി പിടിക്കാത്തൊരു ഗ്ലൗസ് ഇട്ടിട്ട് വരുന്നുണ്ട് പുല്ല് പറിക്കാനായിട്ട്. ഞാനും പൊരിക്കാൻ കൂടാമേ, പുല്ല് പറിക്കാനായിട്ട് കൂടാമേന്ന് പറഞ്ഞിട്ട് അവിടെ കുത്തിയിരുന്ന് പറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റി ഞാനും കൂടി ബാക്കി വരുന്ന പുല്ലൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. നല്ല മൂടിക്കെട്ടിയൊരവസ്ഥയാണ് കേട്ടോ. ഫുള്ളായിട്ട് പറിച്ചിട്ട് ഞാൻ വിചാരിച്ച ആ അത്രയും ഭാഗം നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പുല്ലൊക്കെ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെയും കുഞ്ഞാറ്റും ചെരുപ്പിൽ നല്ല മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. ചെരുപ്പെല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിന് മുന്നേ ഇട്ട വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ.